പഞ്ചായത്തിൻ്റെ ഭൂപ്രകൃതി എല്ലാവർക്കും അറിയാവുന്നതാണ്. 4 ദിവസം ഇത് വെള്ളത്താൽ ചുറ്റപ്പെട്ടെടുക്കുന്ന പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തീരദേശം കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒന്ന്, ഉണക്കിച്ച മീൻ, കക്ക അച്ചാർ, അങ്ങനെയുള്ള കുറേ പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ കരകൗശല കക്കേൻ്റെ ഷെല്ലുകൾ ഉപയോഗിച്ചിട്ട് കരകൗശല വസ്തുക്കളും മറ്റും ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇളപ്പക്ക അച്ചാർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അഞ്ചരക്കണ്ടിപ്പുഴയുടെ ഒരു കൈവഴി ആയിട്ട് മേലൂരിൽ നിന്ന് ഒരു കുഞ്ഞിപ്പുഴ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അണ്ടലൂരേക്ക് വരുന്ന ഭാഗം. അവിടെ നമുക്ക് ആഴവും കുറവാണ്, വീതിയും കുറവാണ്. അവിടെ നമുക്ക് വേണ്ടി കയാക്കിങ് പോലുള്ള ഐറ്റംസ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഏരിയയാണ്. പിന്നെ മൊയ്തു പാലം ഒരു ഫുഡ് കോർട്ടായി ചെയ്യാൻ വേണ്ടിയിട്ട് റിയാസിൻ്റെ പദ്ധതിയിലൊരു പദ്ധതിയാണ്. മൊയ്തു പാലം ചരിത്രം ഇറങ്ങുന്ന സ്മാരകമാണ്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ വന്നാൽ തന്നെ നമ്മുടെ പഞ്ചായത്തിന് വളരെയധികം നേട്ടം ഉണ്ടാക്കുന്ന സ്വന്തമായി മാറും. പിന്നെ ധർമ്മടം തുരുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധർമ്മടം തുരുത്ത് എനിക്ക് തോന്നുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 തുരുത്തുണ്ട്. ഒരു ധർമ്മടം തുരുത്തുകൊണ്ട് ഇപ്പോൾ ഒരു കാക്കത്തുരുത്ത് എന്ന് പറഞ്ഞാൽ അഞ്ചരക്കണ്ടിപ്പുഴയുടെ ഒരു ഭാഗമായിട്ട് തുരുത്തുണ്ട്. അത് പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗമല്ല, വഴുപ്പലങ്ങാട് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നമുക്ക് ആ പ്രദേശത്ത് വലിയ ആൾതാമസമൊന്നും ഇല്ലാത്ത പ്രദേശമാണ് ഈ കാക്കത്തുരുത്ത് എന്ന് പറഞ്ഞപ്പോൾ അഞ്ചരക്കണ്ടിപ്പുഴയിലുള്ള പ്രദേശം. ആ പ്രദേശത്ത് നമുക്ക് ടൂറിസം ഹബ്ബുകൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം. അപ്പുറത്ത് അഞ്ചരക്കണ്ടി ഭാഗത്ത് വരുമ്പോൾ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചരക്കണ്ടി ഭാഗത്ത് ഒരു 20 മീറ്റർ മാത്രമേ പുഴയിലേക്ക് അറ്റാച്ച്മെന്റ് ഉള്ളൂ. പക്ഷേ ധർമ്മടം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് എൻട്രി കൊടുക്കുമ്പോൾ ഫോറിനേഴ്സിന് ഒരു ബോട്ട് സർവീസ് അല്ലെങ്കിൽ ഒരു ഹൗസ് ബോട്ട് സർവീസ് കൊണ്ടുവരികയും അവിടെ ഫോറിനേഴ്സിന് താമസിപ്പിക്കുക. അവിടെ നമുക്ക് എന്ത് പരിപാടി സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജസിന് ഒരു ഇടങ്ങാറുണ്ടാകാൻ സാധ്യത. കാരണം അവിടെ ആൾതാമസമില്ല. പിന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ടെടുക്കുന്ന ഒരു പ്രദേശമാണ്. അത് അങ്ങനെ ഒരു പരിപാടിയാക്കി കൊണ്ടാകുന്നത് വേറത്തിൻ്റെ ഒരു ട്രാവൽ ഹബ്ബാക്കി, ടൂറിസം ഹബ്ബാക്കി ആ ഒരു പ്രദേശമാണ്. ഒരു 1.5 ഏക്കർ 2 ഏക്കർ മുകളിൽ ഉള്ള സ്ഥലമുണ്ട് അവിടെയുണ്ട്. പിന്നെ വരുന്നത് ധർമ്മടം പഞ്ചായത്തിൻ്റെ ദ്വീപ് ആയതുകൊണ്ട് തന്നെ ധർമ്മടത്തിന് 4 വശവും ചുറ്റിക്കൊണ്ടുള്ള ഒരു റോഡ്, തീരദേശ റോഡ് സ്ഥാപിക്കുകയും ആ തീരദേശ റോഡിനോട് ചേർന്നുകൊണ്ട് ഒരു സൈക്കിൾ ട്രാക്ക് സ്ഥാപിക്കുകയും ചെയ്യണം. അപ്പോൾ സൈക്കിൾ ട്രാക്ക് വരുമ്പോൾ സൈക്കിൾ റാലികൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. കാരണം കിലോമീറ്റർ നമുക്കൊരു മത്സരം സംഘടിപ്പിക്കുകയാണ് ധർമ്മടം പഞ്ചായത്ത് മറ്റ് സംസ്ഥാനങ്ങളുടെ മറ്റു പഞ്ചായത്തുകൾ വ്യത്യസ്തമായിക്കൊണ്ട് നമുക്ക് തീരദേശം അല്ലെ ലെവലായിട്ടുള്ള ഒരു പ്രദേശമാണ്. നടുക്ക് കുന്നുപുറം പോലുള്ള പ്രദേശങ്ങളുണ്ടെങ്കിൽ ലെവലായി കിടക്കുന്ന പ്രദേശങ്ങൾ നമുക്ക് സൈക്കിൾ ട്രാക്ക് മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതിനോടനുബന്ധിച്ച് തന്നെ കുട്ടികൾക്കുള്ള പാർക്കുകളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് കുറെ കൂടി ടൂറിസത്തിലൂടെ ഫണ്ടുണ്ടാക്കാൻ വേണ്ടി സാധിക്കും. മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മത്സ്യ കൃഷി നടത്തുന്ന കർഷകർ ഇപ്പോൾ നിലവിൽ പരമാവധി അവരെ ഫ്രണ്ട് സർക്കിളിലും അവരെ ഫാമിലിയിലും സെയിൽ ചെയ്തുകൊണ്ട് ആണ് അവർ മത്സ്യങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും അവർക്ക് വിറ്റ് തീരാത്ത അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒരു മാർക്കറ്റ്, ഇതിൻ്റെ പദ്ധതികൾ പലതും ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നടപ്പായിട്ടില്ല. അതിന് ക്രിയേറ്റീവായിട്ടൊരു സോഷ്യൽ മീഡിയ വഴി മറ്റൊക്കെ പ്രചരണം കൊടുത്തിട്ട് ഈ മത്സ്യം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശയം നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് ഈ ഇന്ത്യയിലുള്ള ഫാമേഴ്സിനും ഗുണകരമായിരിക്കും. ഓൺലൈൻ മാർക്കറ്റിംഗ് നല്ല ഐഡിയ. അതേപോലെയുള്ള ഈ ഇറ്റക്കൊഞ്ചം പോലെയുള്ള മത്സ്യങ്ങൾ ഒരുപാട് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഫാമിംഗ് ചെയ്ത് ഉണ്ടാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഖാദി ഉൽപ്പന്നങ്ങൾ ഈ സമയത്ത് നമ്മുടെ ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വസ്ത്രമാണ് ഖാദിയുടെ വസ്ത്രം. പക്ഷെ അത് അത്രത്തോളം ഇവിടെ വന്നിട്ടില്ല, കേരളത്തിൽ വന്നിട്ടില്ല. പക്ഷെ പുറം രാജ്യങ്ങളിൽ അത് ഭയങ്കരമായിട്ട് നല്ലോണം അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു നല്ലൊരു ഓപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അപ്പോൾ മോഡേണും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എറണാകുളം, തിരുവനന്തപുരം അങ്ങനെയുള്ള സിറ്റികളിൽ അത് ഓൺലൈനിലായിട്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മൂവ് ആവും എന്ന് എനിക്ക് തോന്നി.
അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തീരദേശമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ടൂറിസം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഇതുവരെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ചെറിയ ഹോം സ്റ്റേയോ അല്ലെങ്കിൽ ചെറിയ റെസ്റ്റോറൻറ്റ് സ്ഥാപിക്കാം. ഇപ്പോൾ തീരദേശ റോഡുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് റോഡുകളൊക്കെ വരുന്നുണ്ട്. ആ റോഡുകൾ വെറുതെ എഴുത്തുകൾ മാത്രമല്ല, അത്തരം റോഡുകളുടെ ചുറ്റിൽ ചെറിയ ചെറിയ തട്ടുകടകളുള്ള കടകൾ പ്രോത്സാഹിപ്പിക്കുക. അത്തരം കടകൾ ഉണ്ടായാൽ തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ ആളുകൾക്ക് ഒരു ഉപയോഗം, ഒരു കൃത്യമായൊരു ഉപയോഗം, അല്ലാതെ എത്തിപ്പെടും. അങ്ങനെയുള്ള ചെറിയ തട്ടുകടകൾ അങ്ങനെ തുടങ്ങുക. കൃത്യമായിട്ട് നടന്നാൽ തന്നെ ആളുകൾ വരും. പിന്നെന്ന് വെച്ചാൽ പശു ഫാം, അങ്ങനെയുള്ള ഫാമുകൾ തുടങ്ങുക. കുറച്ച് അടുത്തേക്ക് പശുവിൻ്റെ പോലെയുള്ള ഫാമുകൾ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാല് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ ചാണകങ്ങളാണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കർഷകരുണ്ട്. ക്ഷീര കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ട് എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പറയുകയാണെങ്കിൽ ഇന്നത്തെ ബിസി ലൈഫിൽ നമുക്ക് മത്സ്യം ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കാന്നുള്ളത് നല്ല പദ്ധതിയാണ്. പിന്നെ അതുപോലെ തന്നെ മീൻ ഗുളിക, പിന്നെ ജൈവവള ഉൽപ്പാദനം, പിന്നെ തീരദേശവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പറയുകയാണെങ്കിൽ ഉപ്പ് നിർമ്മാണം, പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാകാം, പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ചിൽഡ്രൻസ് പാർക്ക്. അത് ക്രിയേറ്റീവ് ഐഡിയയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ക്രാഫ്റ്റ് ഐഡിയാസ്, ചിപ്പി കൊണ്ട് കുറച്ച് ചെയിൻ ഉണ്ടാക്കുക. നമ്മുടെ വൈദ്യുതി ജലം മതി. നമ്മുടെ പറയുന്നത് കാറ്റാടി വായു കാറ്റാടി വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ കോസ്റ്റ് കുറവായിരിക്കും. പിന്നെ നമുക്ക് പൊതുവെ വരും. കൂടാതെ പിന്നെ മനുഷ്യർ ഓയിൽ നമ്മൾക്ക് രണ്ടും ആരോഗ്യ നല്ലതിന്. പിന്നെ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് അതിൻ്റെ ഒരു പിന്നെ ചെലവ് കാര്യങ്ങൾ കുറവാണ്. നമ്മൾ വേറെ ആശ്രയിക്കാതെ പ്രകൃതി നമുക്ക് ഇതിനെ കണക്കെടുക്കാൻ പറ്റും. മറ്റൊന്ന് തീരദേശം ബന്ധപ്പെട്ട പറയുന്നത് ഹാർബർ. നമ്മൾ ഹാർബർ നല്ല രീതിയിൽ ആക്കി കഴിഞ്ഞാൽ, അതുകൂടാതെ അതിനെ ബന്ധപ്പെട്ട് നമ്മുടെ ടൂറിസം ഇടക്കായ മീൻ മാർക്കറ്റുകൾ, നമ്മുടെ മാർക്കറ്റിൽ പൊതുവായ സ്ഥിതി അറിയാം. ഭയങ്കര ദുർഗന്ധം നിൽക്കുന്ന ഈ പറയുന്ന ആ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റാത്ത ഒരു നിലയാണ്. മൂക്കുപൊത്താനൊരു കൈയും മീൻ മേടിക്കാൻ പോകാത്ത കൈ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നിലയാണ് പൊതുവേ ഉള്ളത്. അതിനെല്ലാം മാറ്റി ഏറ്റവും ശുചീകരിച്ചാൽ വിൽക്കുന്ന ചെറിയ ചെറിയ കടകളും മറ്റ് അനുബന്ധ സാധനങ്ങളെല്ലാം വിറ്റ് പോകുന്നതെല്ലാം പല പല റിസോർട്ടുകൾ, ഇതിനുള്ള സാഹചര്യങ്ങൾ, ടൂറിസം, ഇതെല്ലാം തന്നെ പ്രകൃതിക്ക് ഒരു കോട്ടയും പറ്റാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നവയാണ്. അങ്ങനെ തന്നെ ചെയ്തു പോകണം എന്നുള്ളതാണ്. പണ്ടത്തെ സാധനങ്ങൾ, കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എക്സിബിഷൻസ് ഒക്കെ സംഘടിപ്പിക്കുക. കാരണം ടൂറിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പുറമേ ഉള്ള കാര്യങ്ങളെ അറിയാവും. നമ്മുടെ ഈ നാട്ടിൽ വയലിൽ കൃഷി ചെയ്യുന്നവർക്ക് അറിയാം, പന്നി ഇറക്കിയ ഐറ്റംസ് ഒക്കെ അവർക്ക് അറിയില്ല. അപ്പം അതുപോലുള്ള പണ്ടത്തെ സെറ്റപ്പൊക്കെ വെച്ചിട്ട് ഒരു എക്സിബിഷൻ തുടങ്ങിയാലുള്ളതായിരിക്കും. പിന്നെ ABM കനാലിൽ ശുദ്ധീകരിച്ചിട്ട് അതിൻ്റെ അടുത്ത് ഒരു റെസ്റ്റോറൻ്റൊക്കെ തുടങ്ങിയാൽ നല്ല ഇതായിക്കോട്ടെ. നാടൻ കച്ചവടങ്ങൾ നടക്കാൻ സാധിക്കും. ഒരു ഹാർബർ വേണമെങ്കിൽ ആ ഒരു ഹാർബർ പിന്നെ ABM കനാലിൽ ശുദ്ധീകരിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് തൊഴിലുകൾ അവിടെ ABM കനാലിൽ തന്നെ ഉണ്ട്. റെസ്റ്റോറൻറ്റുകൾ തുടങ്ങാം, പുതിയ റിസോർട്ടുകൾ തുടങ്ങാം, ഒരുപാട് വഴികളൊക്കെ ഉണ്ട്. മെയിനായിട്ട് പിന്നെ അത് ഹാർബർ വന്ന ഇതെല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. ഈ പായ കിടക്കുന്ന പായ കൂടാതെ ഈ പവർ വൈസ് എന്ന് പറയുന്ന സാധനം ബൈക്കോ ഫ്രണ്ട്ലിയാണ്. അതിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ ഇത് തന്നെയാണ് ഉണ്ടാകാൻ പറ്റും. ഇപ്പോൾ ഓണത്തൊക്കെ പോകുന്ന സമയത്ത് ഒരു തൊപ്പിയുണ്ട്. ഇവരുടെ കാര്യത്തിൽ രുചിയുടെ കുതിരയുടെ മുകളിൽ വെച്ചൊരു തൊപ്പിയുണ്ട്. അപ്പോൾ ആ തൊപ്പിയൊക്കെ ഉണ്ടാകാം. കോട്ടയൊക്കെ എടുത്ത് സ്റ്റേഡിയം മാസ്റ്റിക്കാം. പിന്നുള്ളത് തൊണ്ടെന്ന് കയറ് നിർമ്മാണം. ഈ തൊണ്ട് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ തന്നെ ആദ്യമേ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. തൊണ്ട് കൊണ്ട് കയറൊക്കെ നിർമ്മാണം. പിന്നുള്ളത് ഈ പേപ്പർ കൊണ്ട് നമ്മൾ ഈ വേസ്റ്റാക്കി പേപ്പർ കൊണ്ട് ഈ ബാഗ് ഉണ്ടാക്കാം. അത് യൂസ്ഫുൾ ആണ്. എല്ലാ സ്ഥലത്തും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഉപയോഗം
അതേ പേപ്പറിൽ നമുക്ക് ഈ സഞ്ചി പോലത്തെ സംഭവങ്ങളുണ്ട്